അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. ഓവർ വോൾട്ടേജ് കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു കുറച്ച് നല്ലൊരു ടോപ്പിക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഓവർ വോൾട്ടേജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അതിൻ്റെ കാരണങ്ങളും അതിനുള്ള തമ്മിലുള്ള പ്രൊട്ടക്ഷൻസ് എല്ലാമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമുക്കൊരു ലിമിറ്റ് 220 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജിന് മേലെ പോകുന്ന എല്ലാ വോൾട്ടേജിനെയും നമ്മൾ എന്താണെന്ന് പറയാം, ഓവർ വോൾട്ടേജ് എന്നാണ് പറയാം. അപ്പോൾ ഈ ഓവർ വോൾട്ടേജ് കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മോട്ടറൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടറിനകത്ത് നിറയെ കോയിലുകൾ ഉണ്ടാവും. സോ ആ ഒരു കോയിലും ഇനിയൊരു കോയിലും തമ്മിൽ കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഇൻസുലേഷൻ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് പലതരം ഇൻസുലേഷൻസ് ഉണ്ട്, ഓയിലുണ്ട്, മൈക്കുണ്ട്, പേപ്പറുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേഷൻ ബ്രേക്ക് കഴിഞ്ഞാൽ രണ്ട് കോയിലും തമ്മിൽ ബേൺ ആവാനുള്ളതും മുഴുവനായിട്ട് ആ എക്യുപ്മെൻറ്റ് ഡാമേജ് ആവാനും സാധ്യതകളുണ്ട്. അപ്പോൾ മെഷീൻസ് എന്ന് പറഞ്ഞ പോലെ പവർ സിസ്റ്റത്തിൽ ഓരോ സാധനങ്ങളുണ്ട്, അതിലെല്ലാത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻറ്റേർണൽ കോസ് ഉണ്ട്, എക്സ്റ്റേർണൽ കോസ് ഉണ്ട്. രണ്ട് രീതിയിലാവാം ഓവർ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ കോസിൽ സ്വിച്ചിങ് സർജസ്, നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പലതരം സ്വിച്ചുകൾ പഠിച്ചിട്ടുണ്ട്, DPST അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പഠിച്ചതുപോലെ പവർ സിസ്റ്റത്തിലും അതേപോലെ കുറേ സ്വിച്ചസ് ഉണ്ട്, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, സർക്യൂട്ട് ബ്രേക്കേഴ്സ് പോലെയുള്ളത്. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ സഡൻ റൈസിനാണ് നമ്മൾ സർജ് എന്ന് പറയുക. അതാണ് സ്വിച്ചിങ് സർജ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസുലേഷൻ ഫെയിലിയർ വേരിയസ് റീസൺസ് ഉണ്ടാവാം, ആർക്കിംഗ് ഗ്രൗണ്ട്, റെസൊണൻസ് തുടങ്ങിയുള്ളതാണ് ഇൻറ്റേർണൽ കോസ്. എക്സ്റ്റേർണൽ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ്നിങ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഓവർ വോൾട്ടേജിന് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് സർജ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അതിനൊരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ സീറോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മാക്സിമം വാല്യൂയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ T1 ഉള്ള ടൈം അതിനെ റൈസ് ടൈമായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതായത് വോൾട്ടേജ് പെട്ടെന്ന് കൂടുന്നു. അത് കഴിഞ്ഞിട്ട് T2 എന്നുള്ള ടൈം ഇവിടെ ഉണ്ട്. ഈ T2 എന്നുള്ള ടൈം മാക്സിമം വാല്യൂയിൽ നിന്നും വീണ്ടും വാല്യൂയിലേക്ക് വരുന്നതാണ് ഈ ഒരു T2 എന്ന് പറയുന്നത് ടോട്ടൽ ടൈമാണ്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് ആ മാക്സിമം വാല്യൂയിൽ നിന്നും വീണ്ടും താഴത്തേക്ക് വരുന്നത്. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈമും T1 എന്ന് പറഞ്ഞാൽ റൈസ് ടൈമിനെയാണ് നമ്മൾ സൂചിപ്പിക്കണം. അപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ള ഈ ഓവർഷൂട്ട് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ സഡൻ റൈസ് ഇൻ ദ വോൾട്ടേജ് ഫോർ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓൺ ദ പവർ സിസ്റ്റം ഈസ് നോൺ ആസ് വോൾട്ടേജ് സർജ് ഓർ ട്രാൻഷ്യൻ്റ് വോൾട്ടേജ്. ഇത് എപ്പോഴും നന്നായിട്ട് പഠിച്ചു വെക്കണം, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ സർജസ് ആർ ടെമ്പററി ഇൻ നേച്ചർ. സർജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു റീസൺ കാരണം കൊണ്ട് പെട്ടെന്ന് വോൾട്ടേജ് കൂടുന്നു, കുറയുന്നു, ഇതാണ് പറയുന്നത്. അതിൻ്റെ സർജ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 100 മൈക്രോ സെക്കൻഡ്സ് വരെയൊക്കെ ഒരു സർജ് പോലെയുള്ളത് പെട്ടെന്ന് ഉണ്ടാവുള്ളൂ. ലൈറ്റ്നിങ് കാരണം കൊണ്ടൊക്കെയും അല്ലെങ്കിൽ സ്വിച്ചിങ് കാരണം കൊണ്ടൊക്കെയാണ് ഈ വോൾട്ടേജ് സർജ് സാധാരണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇൻറ്റേർണൽ കോസ് ഡോ നോട്ട് പ്രൊഡ്യൂസ് സർജസ് ഓൺ ലാർജ് മാഗ്നിറ്റ്യൂഡ്. ദിസ് വിൽ ഇൻക്രീസ് ദ സിസ്റ്റം വോൾട്ടേജ് ട്വൈസ് ദ നോർമൽ വോൾട്ടേജ്. സർജ് വിൽ കോസസ് ഇൻറ്റേർണൽ കോസസ് മേ ടേക്ക് ഓവർ ഓഫ് ബൈ പ്രോപ്പർ ഇൻസുലേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് പവർ സിസ്റ്റം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻസുലേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടില്ലെങ്കിൽ വോൾട്ടേജ് സർജസ് ആ പവർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കോമ്പണൻസിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വോൾട്ടേജ് സർജസിനെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് വോൾട്ടേജ് സർജസ് വന്നു കഴിഞ്ഞാലും ആ എക്യുപ്മെൻറ്റ് ഡാമേജ് ആകാത്ത രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ദ സർജസ് ഡ്യൂ ടു ലൈറ്റ്നിങ് ആർ വെരി സിവിയർ. ഓക്കെ, അതായത് ഇൻറ്റേർണലി നടക്കുന്ന വോൾട്ടേജ് സർജസ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അതിൻ്റെ ഇൻസുലേഷനും ബാക്കിയുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൈറ്റ്നിങ് കൊണ്ടുള്ള വോൾട്ടേജ് സർജസ് അല്ലെങ്കിൽ സഡൻ റൈസ് ഓഫ് വോൾട്ടേജ് ലൈറ്റ്നിങ് കാരണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ വളരെ സിവിയറാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്നിങ്ങിൻ്റെ വോൾട്ടേജ് ഇതുവരെ എത്രയാണ് വോൾട്ടാണെന്ന് പോലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ നോർമൽ വാല്യൂവിനേക്കാൾ സെവറൽ ടൈംസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ വോൾട്ടേജ് സർജസ് ഉള്ള എക്സ്റ്റേണൽ വോൾട്ടേജ് സർജ് ലൈറ്റ്നിങ് കാരണമുള്ളത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഇങ്ങനെ വരുന്ന സർജസിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പലതരം എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പവർ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് റൈസ് ടൈം, ഇത് ഫോൾ ടൈം. T1 എന്ന് പറയുന്ന റൈസ് ടൈം, T2 മൈനസ് T1 എന്ന് പറയുന്ന ടൈമാണ് ഇതിൻ്റെ ഫോൾ ടൈം. ഓക്കെ, ആ ഫോൾ ടൈമിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് സർജസ് റെഡ്യൂസ് ആവാൻ എടുക്കുന്ന ടൈം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇൻറ്റേർണൽ കോസ് ഓഫ് ഓവർ വോൾട്ടേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വിച്ചിങ് സർജസ്, ഇൻസുലേഷൻ ഫെയിലിയേഴ്സ്, ആർക്കിംഗ് ഗ്രൗണ്ട്, റെസൊണൻസ്.
ഓക്കെ. അപ്പോൾ ഇന്റേണൽ കോസ് ഓഫ് ഓവർ വോൾട്ടേജ് ഇൻ ദി പവർ സിസ്റ്റം പ്രൈമർലി ഡ്യൂ ടു ഓസിലേഷൻ സെറ്റപ്പ് ഇൻ സഡൻ ചേഞ്ചസ് ഇൻ ദി സർക്യൂട്ട് കണ്ടീഷൻസ്. അതായത് നോർമലായിട്ട് ആ സർക്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഡ്യൂ ടു സം ട്രാൻഷൻ അല്ലെങ്കിൽ ഡ്യൂ ടു സം സ്വിച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ ആർ സി ഫിൽറ്ററിൻ്റെ ചേഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ റെസൊണൻസിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ അതിൻ്റെ ടൈമിൽ ഓപ്പണിങ്ങിലുള്ള ക്ലോസിങ്ങിലുള്ള വ്യത്യാസം കാരണം കൊണ്ട് നോർമൽ കണ്ടീഷൻ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഓവർ വോൾട്ടേജസ് വല്ലതും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഇൻറ്റേർണൽ ഇഷ്യൂസ് ആയിട്ട് നമ്മൾ വരും. ഓക്കെ, മെയിൻലി നമുക്ക് എന്താ വരുന്നത്, സർക്യൂട്ട് change may be normal switching operation such as opening of the circuit breaker, or it may be the fault condition such as grounding the line conductor. ഒരു ലൈൻ കണ്ടക്ടർ ഗ്രൗണ്ട് ആയി പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്വിച്ചിങ് സർജസോ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ നിന്നും വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിങ് സർജസ് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. സർക്യൂട്ടിൽ എന്നുള്ള വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുക. അപ്പോൾ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ എയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വോൾട്ടേജ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലോഡ് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് റിക്വയർഡ് എമൗണ്ട് ഓഫ് കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ ഒരു സ്വിച്ചിങ്ങിൻ്റെ പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സ്വിച്ചിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ക്ലോസ്ഡ് ആയിരുന്നുള്ള കണ്ടീഷനിൽ നിന്നും ഇത് ഓപ്പൺ ആവുകയാണെന്ന് വിചാരിക്കുക. ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ഓഫ് ഓപ്പണിംഗ് എ ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, സാധാരണ വോൾട്ടേജിനേക്കാൾ മേ ബി ട്വൈസോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻഷ്യൻ്റ് വോൾട്ടേജ് പ്ലസ് നോർമൽ വോൾട്ടേജും കൂടെ അതിൽ ഫ്ലോ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നുള്ള പോയിന്റിൽ സാധാരണ 230 വോൾട്ടൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ പ്ലസ് ട്രാൻഷ്യൻ്റ് വോൾട്ടേജ് ഒരു 100 200 കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സംടൈംസ് ഇറ്റ് മേ ബി ഡബിൾ. അങ്ങനെയുള്ള റീസൺ കാരണം കൊണ്ടും വോൾട്ടേജ് സർജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിട്ടുണ്ട്, ഓവർ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പവർ സിസ്റ്റം ഡ്യൂ ടു സ്വിച്ചിങ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് സ്വിച്ചിങ് സർജസ്. ഓക്കെ, അപ്പോൾ അൺലോഡ് ചെയ്യുന്ന സമയത്ത് അൺലോഡ് ലൈൻ ഈസ് കണക്റ്റഡ് ടു ദി വോൾട്ടേജ്, ദ വോൾട്ടേജ് വേവ് സെറ്റപ്പ് ഈസ് ട്രാവലിംഗ് അലോങ് ടു ദി ലൈൻ. അതാണ് ഞാൻ പറഞ്ഞ ട്രാൻഷൻ സമയത്തുള്ള വാല്യൂസ് പോകുന്നുണ്ട്. സോ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ നമ്മൾ നോർമൽ വാല്യൂവിനേക്കാൾ അഡീഷണൽ സമ്മപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് റിസൾട്ടൻ്റായി കിട്ടുന്ന വാല്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതും ഈ സ്വിച്ചിങ് സർജസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന സമയത്തോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വോൾട്ടേജസ് ആണ്. അതും ടെമ്പററി ഇൻ നേച്ചറാണ്. പിന്നെ അത് ലോഡ് രണ്ട് കാര്യവും പറഞ്ഞു. നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു, ഓപ്പണിംഗ് എ ലൈൻ എന്നും പറഞ്ഞു, ഇൻ കേസ് ഓഫ് ഓപ്പണിംഗ് എ ലൈൻ പറഞ്ഞു, ഇൻ കേസ് ഓഫ് എ ലോഡഡ് ലൈൻ പറഞ്ഞു. അപ്പോൾ ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു. ഇനി കേസ് ഓഫ് ലോഡഡ് ലൈൻ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ സർക്യൂട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ലൈൻ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഫ്ലോ ഓഫ് കറണ്ട് ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഡിവൈസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലോഡഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് സഡൻ ലോഡ് ഈസ് സഡൻലി ഇൻട്രപ്റ്റ്. അപ്പോൾ ആ ലോഡ് ലൈൻ പെട്ടെന്ന് നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമോ വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി സെറ്റപ്പ് ഓഫ് വോൾട്ടേജ് ഓഫ് 2 ഇൻറ്റു സെഡ് എന്ന് പറയുന്ന ഇമ്പിഡൻസ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്. ഓക്കെ, ഇത്രയും ടൈപ്പ് ഓഫ് സെഡ് ഇൻറ്റു ഐ ഇൻറ്റു 2 ടൈംസ് ഓഫ് വാല്യൂസ് ഓഫ് വോൾട്ടേജ് അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് അവിടെ ഒരു ട്രാൻഷ്യൻ്റായിട്ട് അപ്പിയർ ചെയ്യും. ആ ട്രാൻഷ്യൻ്റായിട്ട് അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജ് കാരണം കൊണ്ടും സർക്യൂട്ടിൽ ഡാമേജസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കറണ്ട് ചോപ്പിംഗ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ നേരത്തെ പഠിച്ചതുമാണ്. ഈ ടോപ്പിക് ഒന്നും കൂടെ പറഞ്ഞുതരാം. കറണ്ട് ചോപ്പിംഗ് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ട്രാൻഷ്യൻ അക്രോസ് ദി കണ്ടക്ടർ ഓഫ് എ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അതായത് ഹൈ വോൾട്ടേജ് ട്രാൻഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ ക്ലോസ്ഡ് കണ്ടീഷനിൽ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ആർക്കൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് ട്രാൻഷ്യൻ്റ് അതിനെ ക്രോസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നു. ഹൈ വോൾട്ടേജ് ട്രാൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ആ സ്വിച്ചിങ്ങിൻ്റെ സമയത്ത് അപ്പിയർ ചെയ്യണം എന്നുള്ളതിനാണ് ഹൈ വോൾട്ടേജ് ട്രാൻഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആർക്കിനെ എത്രയും പെട്ടെന്ന് നമ്മൾ സീറോയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ അവിടെ ആർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്ക് ഉണ്ടാകാൻ കാരണമായ അയോൺസോ അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാകാൻ കാരണമായ ഇലക്ട്രോൺസിൻ്റെയോ കാരണം എയർ ബ്ലാസ്റ്റ് മൂലം ആ വാല്യൂസിനെ സഡനായിട്ട് സീറോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ സീറോ എന്നൊരു വേർഡ് ഉണ്ട്.
ഫോഴ്സ്ഡ് സീറോ എന്നുള്ളൊരു വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 കാര്യങ്ങളാണുള്ളത്. ഈ നാച്ചുറൽ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വേവ് ഫോമിൽ ഇപ്പം മേലേക്ക് പോയി ആ വേവ് ഫോം താഴത്തേക്ക് വന്നു. അപ്പോൾ ഇതാണ് മാക്സിമം വാല്യൂ, ഇതാണ് സീറോ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിവൈസ് നാച്ചുറലായിട്ട് അതിൻ്റെ വാല്യൂ സീറോയിലേക്ക് എത്തുന്നതും നമ്മൾ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് കൊണ്ടുപോയിട്ട് സഡനായിട്ട് അതിനെ സീറോയിലേക്ക് കൊണ്ടുവരുന്നതിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ സഡനായിട്ട് നമ്മൾ സീറോയിലേക്ക് കൊണ്ടുവരുമ്പോൾ സഡനായിട്ട് സീറോയിലേക്ക് കൊണ്ടുവരണം, അതായത് നാച്ചുറലായിട്ട് ആ കറണ്ട് സീറോ ആവാതെ സഡനായിട്ട് നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് സീറോയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ കറണ്ട് വാല്യൂവിനെ കട്ട് ചെയ്ത് കളയാണ്. കട്ട്. ആ കട്ടിനുള്ള പേരാണ് നമ്മൾ ചോപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്റ്റേണലി ഉള്ള വാല്യൂസിനെ നമുക്ക് നാച്ചുറലായിട്ട് എത്തുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, വേറെ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വാല്യൂസിനെ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, സീറോയിലേക്ക് കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. ദി ഓവർ വോൾട്ടേജ് ഡ്യൂ ടു ദി കറണ്ട് ചോപ്പേഴ്സ് ആർ പ്രിവെൻറ്റഡ് ബൈ ദി റെസിസ്റ്റീവ് സ്വിച്ചിങ്. അപ്പോൾ ഇവിടെയുള്ള ഓവർ വോൾട്ടേജ് ഡ്യൂ ടു കറണ്ട് ചോപ്പിംഗ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് സീറോയിലേക്ക് വരുന്ന സമയത്തുള്ള ഓവർ വോൾട്ടേജസ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ബൈ യൂസിങ് ദ റെസിസ്റ്റൻസ് സ്വിച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസുലേഷൻ ഫെയിലിയർ, അത് നമ്മൾ എപ്പോഴും കണ്ട് പരിചയമുള്ളതാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു നമ്മളൊരു കണ്ടക്ടർ ഉണ്ടാവും, ആ കണ്ടക്ടറിൻ്റെ മേലെ ഇൻസുലേറ്റർ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഇൻസുലേറ്റർ ഉണ്ടാവും. അപ്പോൾ വീടിൻ്റെ കുറേ കാലപ്പഴക്കങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ എന്തെങ്കിലും ഇരുമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കടിക്കുകയോ അതല്ലെങ്കിൽ അതിലൂടെ ഫ്ലോ ആകുന്ന കറണ്ടിൻ്റെ വാല്യൂ വളരെയായിട്ട് കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ടക്ടറിൻ്റെ പുറത്തുള്ള ഇൻസുലേഷൻസ് എന്താവും, ബ്രേക്ക് ആവും. ഓക്കെ, ആ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതും തൊട്ടടുത്തുള്ള ഒരു പെറ്റൽ പീസോ അല്ലെങ്കിൽ ഒരു ലൈവ് കണ്ടക്ടറോ തമ്മിൽ കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കവിടെ ഫാൾട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡാമേജസുകൾ കുറേ ടൈപ്പുകളുണ്ട്. നമുക്ക് ലൈൻ ടു ലൈൻ ഫാൾട്ട് ഉണ്ട്, ഒരു ലൈനും കൂടെ ഫാൾട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ 3 ലൈനും കൂടെ ഫാൾട്ട് ആവാറുണ്ട്. അതിൽ ഓരോ ലൈൻ ഫാൾട്ടിനനുസരിച്ചും അതിൻ്റെ സിവിയറിറ്റീസ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ റെസൊണൻസ് എന്നാണ് അടുത്തത്. The resonance is the electrical system occur when the inductive reactance of the circuit is equal to the capacitive reactance. അതായത് when XL equal to XC നെയാണ് നമ്മൾ ഈ റെസൊണൻസ് എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. Under the resonance, the impedance of the circuit is equal to the resistance of the circuit and power factor will be unity. ആ സമയത്ത് നമ്മൾ XL equal to XC എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് മാത്രമായിട്ട് മാറും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാത്രമാവും. അപ്പോൾ അത് എന്ത് ചെയ്യും, പവർ ഫാക്ടർ ബിക്കം യൂണിറ്റി. The resonance at the fundamental or higher frequency or high voltage in the electrical system. അപ്പോൾ റെസൊണൻസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹയർ ഹാർമോണിക്സ് ക്രിയേറ്റ് ആവും. ആ ഹയർ ഹാർമോണിക്സ് കാരണം കൊണ്ട് ഹയർ വോൾട്ടേജസ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യും. നേരത്തെ നമുക്കൊരു സിസ്റ്റം ആണെങ്കിൽ എഫക്റ്റീവ് സെറ്റ് ഈസ് ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്നുള്ള വാല്യൂസൊക്കെ ആയിരുന്നു ഉണ്ടാവുക. ഇവിടെ XL ഈക്വൽ ടു XC എന്നാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ സെറ്റ് ഈസ് ഈക്വൽ ടു √R² മാത്രമാവും, ദാറ്റ് ഈസ് R എന്ന് മാത്രമാവും. അപ്പോൾ നേരത്തെയുള്ള ഇമ്പിഡൻസിനേക്കാൾ ഇമ്പിഡൻസിൻ്റെ വാല്യൂ വളരെ കുറയുകയാണ് ചെയ്യുക. ഇമ്പിഡൻസിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം വോൾട്ടേജസിൻ്റെ വാല്യൂ വളരെയധികം കൂടും. പിന്നെ ആർക്കിംഗ് ഗ്രൗണ്ട്. ഓക്കെ, ദ ഫിനോമിന ഓഫ് ഇന്റർപ്രറ്റിംഗ് ആർക്ക് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ലൈൻ ടു ഗ്രൗണ്ട് ഫാൾട്ട് ഓഫ് എ ത്രീ ഫേസ് സിസ്റ്റം. പ്രൊഡക്ഷൻ ഓഫ് ട്രാൻസിയൻറ്റ് ഈസ് നോൺ ആസ് ആർക്കിംഗ് ഗ്രൗണ്ട്. ഓക്കെ, അതെന്താണ്, ലൈൻ ടു ഗ്രൗണ്ട് ഫാൾട്ട് ഓഫ് എ 3 ഫേസ് സിസ്റ്റം. ഓക്കെ, അതായത് 3 ഫേസ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു 3 ഫേസ് ഉണ്ടാവും, ഒരു ന്യൂട്രൽ വയർ ഉണ്ടാവും, പിന്നെ നമുക്ക് താഴെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫാൾട്ട് ഓഫ് എ 3 ഫേസ് സിസ്റ്റം പ്രൊഡക്ഷൻ ഓഫ് അത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാൻസിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആർക്കിംഗ് ഗ്രൗണ്ട് പ്രൊഡ്യൂസസ് സെവറൽ ഓസിലേഷൻ ഓഫ് 3 or 4 ടൈംസ് ഓഫ് ദി നോർമൽ വോൾട്ടേജ്. അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, 3 or 4 ടൈംസ് ഓഫ് ഓസിലേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ദ ട്രാൻസിയൻറ്റ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ദ ആർക്കിംഗ് ഗ്രൗണ്ട് ആർ ക്യുമുലേറ്റീവ് ആൻഡ് മേ cause serious damage to the equipment in the power system by causing breakdown of insulations. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡാമേജ് ഓഫ് സിവിയറിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്, വളരെയധികം കൂടുതലാണ്. ആർക്കിംഗ് ഗ്രൗണ്ട് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ എർത്തിങ് ദ ന്യൂട്രൽ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ എർത്തിങ് ദ ന്യൂട്രലിനെ നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻറ്റേർണൽ കോസ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ കോസാണ്. അപ്പോൾ എക്സ്റ്റേണൽ കോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇലക്ട്രിക് ഡിസ്ചാർജ് ലൈറ്റിംഗ് ആണ് എക്സ്റ്റേണൽ കോസിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അതിന് ഇലക്ട്രിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ക്ലൗഡ് ആൻഡ് ദി എർത്ത്. ഓക്കെ, മേഘവും ഭൂമിയും തമ്മിലോ, ബിറ്റ്വീൻ ക്ലൗഡ്സുകൾ തമ്മിലോ, അല്ലെങ്കിൽ ക്ലൗഡ്സിൻ്റെ
ചാർജ് സെൻറ്ററുകൾ തമ്മിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനാണ്, ഇലക്ട്രിക് ഡിസ്ചാർജിനാണ് നമ്മൾ എന്താ പറയുന്നത്, ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ക്ലൗഡുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ ക്ലൗഡും എർത്തും തമ്മിലാവാം, അല്ലെങ്കിൽ ഈ ക്ലൗഡിൻ്റെ രണ്ട് ചാർജ് സെൻറ്റേഴ്സ് തമ്മിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജിനാണ് നമ്മൾ ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റ്നിങ് നടക്കുന്ന സമയത്ത് ഹ്യൂജ് വാല്യൂ ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് കൊണ്ട് നെഗറ്റീവ് ചാർജായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടുവിലുള്ള ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയ ആയിട്ട് നിൽക്കുന്ന എയറിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വാല്യൂ വളരെയധികം കുറയും. ഓക്കെ, അങ്ങനെ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടക്ഷൻ സംഭവിക്കുന്നു. ആ കണ്ടക്ഷനാണ് നമ്മൾ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് വോൾട്ടേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മേജർ റീസൺ. ഓക്കെ, ഇനി ഡയറക്റ്റ് സ്റ്റോക്ക് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് ഫിഗറിൻ്റെ കാര്യം ഞാനിവിടെ പറയുന്നുണ്ട്. ഫിഗർ എ എന്ന് പറയുന്നതും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നുണ്ട്. ആ പോസിറ്റീവ് ചാർജ് ഡയറക്റ്റായിട്ടും നമ്മുടെ ഇലക്ട്രോഡ് വഴി, ഇത് ക്ലൗഡാണ്, ക്ലൗഡിലുള്ള പോസിറ്റീവ് ചാർജ് ഡയറക്റ്റായിട്ട് സപ്പോർട്ട് വഴി അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരികയോ അങ്ങനെയുള്ള രീതിയിൽ വല്ലതും ആവാം. ഇങ്ങനെയുള്ള ഇനി നമ്മൾ പറയുന്നു. അതല്ല, ചില സമയങ്ങളിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. അതിൻ്റെ റിസൾട്ടൻ്റായിട്ടുള്ള ചാർജസ്, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്ത് വന്നു തുടങ്ങിക്കൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള റീസൺ കാരണം കൊണ്ടും ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. ആ പോസിറ്റീവ് ചാർജ് ലൈറ്റ്നിങ് ആയിട്ടും വരാം. ഈ രണ്ട് കേസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് സ്ട്രോക്ക് എയും സ്ട്രോക്ക് ബിയും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഈ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ആയ ക്ലൗഡിൻ്റെ കാരണം കൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എർത്തിങ് താഴത്തേക്ക്, ലൈറ്റ്നിങ് താഴത്ത് വരിക. അതല്ലെങ്കിൽ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് അവിടെ കൂടുതൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മൈനസ് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റായി കിട്ടുന്ന ക്ലൗഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് മോസ്റ്റ്ലി ഉണ്ടാവും. ആ ചാർജ് താഴത്തേക്ക് വരും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്ട്രോക്ക് എയും സ്ട്രോക്ക് ബിയും. അതാണ് ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഡയറക്റ്റ് സ്ട്രോക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഇൻ ദ ഡയറക്റ്റ് സ്ട്രോക്ക് ലൈറ്റ്നിങ് ഡിസ്ചാർജ് ദി കറണ്ട് പാത്ത് ഈസ് ഡയറക്ട്ലി ഫ്രം ദി ക്ലൗഡ് സബ്ജക്റ്റ് എക്യുപ്മെൻറ്റ് ആൻഡ് ഓവർ ഹെഡ് ലൈൻ. അപ്പോൾ ഓവർ ഹെഡ് ലൈനിലാണ് ഇവിടെ കണ്ടല്ലേ, ഇതാണ് ഓവർ ഹെഡ് ലൈൻ. ഈ ഓവർ ഹെഡ് ലൈനിലേക്ക് ആ ചാർജസ് നമ്മൾ വരുന്നു, അത് എർത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ലൈറ്റ്നിങ് എന്നുള്ള എഫക്റ്റ് കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ വോൾട്ടേജസ് ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, ഇങ്ങനെയും വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പറയുന്നത് സ്ട്രോക്ക് ബി എന്ന് പറയുന്നത് ലൈറ്റിംഗ് ഡിസ്ചാർജ് ഒക്കേർഡ് ഓവർ ഹെഡ് റിസൾട്ടിങ് ഓഫ് സ്ട്രോക്ക് എ ബിറ്റ്വീൻ ദി ക്ലൗഡ്സ്. അപ്പോൾ രണ്ട് ക്ലൗഡ്സിൽ നിന്നും ഉണ്ടാകുന്നതിന് റിസൾട്ടൻ്റായി കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ടുള്ളതും അതേപോലെ വരാം. ഇതാണ് ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ പോസിറ്റീവ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്തു. ഈ പോസിറ്റീവ് ക്ലൗഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് ട്രാൻസ്മിഷൻ ലൈനിൽ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ രണ്ട് സൈഡും അല്ലെങ്കിൽ കണ്ടക്ടറിൽ എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇത് നേരിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ക്ലൗഡ് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ഇൻവേഴ്സ് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഇവിടെ രണ്ട് സൈഡും ഇൻവേഴ്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓവർ വോൾട്ടേജസ് ക്രിയേറ്റ് ആവുന്നു. ഇതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതും ഒരു ഓവർ വോൾട്ടേജ് ഉണ്ടാകാനുള്ള കാരണമാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് വരാനും കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിക്കാണ് അതുണ്ടാകുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ ലൈറ്റ്നിങ് എഗെയിൻസ്റ്റ് അല്ല, പ്രൊട്ടക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്നിങ് സർജസ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്റർ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റിംഗ് അറസ്റ്റർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ സോളാർ പാനലൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ, ഏറ്റവും മേലെ ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ മെയിൻലി ലൈറ്റ്നിങ് അറസ്റ്ററിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ്നിങ് സർജസിനെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് സാധനങ്ങളൊക്കെ വേണമെങ്കിലും ഇത് പ്ലേസ് ചെയ്യാം. എല്ലാ സാധനങ്ങൾക്കും നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. ജനറേറ്റർ, ട്രാൻസ്മിഷൻ ലൈനിലെല്ലാം നമുക്ക് ലൈറ്റിംഗ് സർജസ് നേരിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഡിവൈസുകൾ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഡയറക്റ്റ് വേവ് ആവാം, ഇൻഡയറക്റ്റ് വേവ് ആവും, ഇൻഡയറക്റ്റ് സ്ട്രോക്ക് ആവും, എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്തിങ് സ്ക്രീൻ ഉപയോഗിക്കാം, ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ് ഉപയോഗിക്കാം, ലൈറ്റ്നിങ് അറസ്റ്റർ ഓർ സർജ് ഡൈവേർട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ,
ഈ 3 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പവർ സിസ്റ്റത്തിൽ ലൈറ്റ്നിങ് കാരണം കൊണ്ടുള്ള ഓവർ വോൾട്ടേജസിനെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണെന്ന് നോക്കാം. എർത്തിങ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. എർത്തിങ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ ഒരേപോലെ ഏകദേശം ഒരേ ഡയഗ്രാം തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് പവർ സിസ്റ്റം ആൻഡ് സബ്സ്റ്റേഷൻസ് ആർ പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ഡയറക്റ്റ് ഷോക്ക് ബൈ പ്രൊവൈഡിങ് എർത്തിങ് സ്ക്രീൻ. എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് എ നെറ്റ്വർക്ക് ഓഫ് കോപ്പർ കണ്ടക്ടർ. ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു 2 ലെയറോ അല്ലെങ്കിൽ 2 സെറ്റ് നമ്മൾ കോപ്പർ കണ്ടക്ടേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ ട്രാൻസ്ഫോമറായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലൈറ്റിനിങ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കോപ്പർ വയറിൽ തട്ടുന്നു. ഈ ഓവർ വോൾട്ടേജസ് ഈ ഒരു ഇതിലൂടെ എർത്തിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ലൈറ്റിനിങ് നേരിട്ട് ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് എർത്തിങ് സ്ക്രീൻ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കോപ്പർ വയേഴ്സൊക്കെ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദി ലോ റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ, റെസിസ്റ്റൻസ് വാല്യൂ ഏറ്റവും കുറവുള്ള എന്ത് ഡിവൈസസ് വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തട്ടുന്ന വോൾട്ടേജ് പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊട്ടക്ട് ദം. ഓക്കെ, ഇതാണ് നമ്മൾ എർത്തിങ് സ്ക്രീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ലൈൻ കണ്ടക്ടറിന് മേലെ തന്നെ ഇനിയൊരു ഗ്രൗണ്ട് ലൈൻ. ഓക്കെ, അവിടെ ലൈൻ കണ്ടക്ടേഴ്സ് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മേലെ ഒരു ഗ്രൗണ്ട് വയേഴ്സ് എക്സ്ട്രാ പോയിട്ടുണ്ടാകും. അപ്പോൾ ലൈറ്റ്നിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലൈൻ കണ്ടക്ടേഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ്നിങ് അബ്സോർബ് ചെയ്യും? മേലെയുള്ള ഈ ഗ്രൗണ്ട് വയേഴ്സ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സേവ്ഡ് ഫ്രം ദി ലൈറ്റ്നിങ് ഓവർ വോൾട്ടേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിലുള്ളത്. പിന്നെ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. ഓക്കെ, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് എന്ന് പറയുന്നതിൽ 2-3 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സർജ് ഡൈവേർട്ടേഴ്സ്. ലൈറ്റ്നിങ് അറസ്റ്റർ അല്ലെങ്കിൽ അതിന് ഇനിയൊരു പേരാണ് സർജ് ഡൈവേർട്ടേഴ്സ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അടുത്ത ലൈറ്റ്നിങ് അറസ്റ്റർ ഓർ സർജ് ഡൈവേർട്ടേഴ്സ്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ഒരു പവർ സർക്യൂട്ട് ഉണ്ട്, സ്പാർക്ക് ഗ്യാപ്പ് ഉണ്ട്, നോൺ ലീനിയർ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ട്. ഇത് മൊത്തം വിളിക്കുന്ന പേരാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. ഇവിടെ ഒരു പവർ സർക്യൂട്ട് ഉണ്ട്, ഒരു സ്പാർക്ക് ഗ്യാപ്പ് ഉണ്ട്, നോൺ ലീനിയർ റെസിസ്റ്റർ ഉണ്ട്. ഈ നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വാല്യൂ എക്സ് ആക്സിസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വൈ ആക്സിസിൽ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂവിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നു. ഓക്കെ, ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വോൾട്ടേജ് 20 വോൾട്ട് ആണെങ്കിൽ ഈ ഡിവൈസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക, 10 ഓം ആണ്. പെട്ടെന്ന് വോൾട്ടേജ് 40 വോൾട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് 5 ആയിരിക്കും. ഇത് 80 വോൾട്ട് ആണെങ്കിൽ ഇത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആവും. അപ്പോൾ നന്നായി നോക്കിയേ, വോൾട്ടേജിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുന്നു. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് വാല്യൂ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് ആ വാല്യൂസ് ഗ്രൗണ്ടിലേക്ക് നമുക്ക് വരുന്നു. ഇതാണ് ഇവിടുത്തെ നോൺ ലീനിയർ റെസിസ്റ്റർ എന്നുകൊണ്ടുള്ള സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വോൾട്ടേജിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ കുറയുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ വെച്ചിട്ടുണ്ടാവുക, നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് സ്പാർക്ക് ഗ്യാപ്പ്. ഈ സർക്യൂട്ടിലൂടെ ഇപ്പോൾ 20 വോൾട്ട് വരെ വിക്സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നടുവിൽ സ്പാർക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. ഓക്കെ, അത് സ്പാർക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്ത് ദർ വിൽ ബി നോ സ്പാർക്ക്. ഓക്കെ, സ്പാർക്കോ ആർക്കോ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ 20 വോൾട്ടാണ് അതിൻ്റെ ലിമിറ്റ്, അതിന് എക്സീഡ് ചെയ്ത് 40 വോൾട്ട് വന്നെങ്കിൽ ഇവിടെ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ഈ രണ്ടും ഷോർട്ട് ആവുന്നു. ഈ നോൺ ലീനിയർ റെസിസ്റ്റൻസ് ഇറ്റ് വിൽ ഓഫർ എ ലോ റെസിസ്റ്റൻസ് പാത്ത്, വീണ്ടും അത് ഗ്രൗണ്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർജ് ഡൈവേർട്ടർ ഓർ ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടൈപ്സ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റർ, നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ടെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇപ്പോൾ പഠിച്ചത് ലൈറ്റ്നിങ് അറസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. റോഡ് ഗ്യാപ്പ് അറസ്റ്റർ, ഹോൺ അറസ്റ്റർ, മൾട്ടി ഗ്യാപ്പ് അറസ്റ്റർ, എക്സ്പാൻഷൻ ടൈപ്പ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റർ, വാൾവ് ടൈപ്പ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഒക്കെ നമ്മൾക്കുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും ഒരേ പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് വിൽ ബി പ്രൊവൈഡ് ലോ റെസിസ്റ്റൻസ് പാത്ത് ഫോർ ദി സർജസ് ടു ദി ഗ്രൗണ്ട്. സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് സർജിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വോൾട്ടേജ് സർജ് ലോ റെസിസ്റ്റൻസ് പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന വോൾട്ടേജിന് താഴെ എത്തിക്കാം. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് എത്തിക്കാം. അപ്പോൾ റോഡ് ഗ്യാപ്പ് അറസ്റ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക്
ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ മേലെ കൂടി പോകുന്നുണ്ട്, ട്രാൻസ്മിഷൻ ലൈൻ പോകുന്നുണ്ട്. ഈ പി എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻസുലേറ്ററും നമ്മൾ ഉപയോഗിക്കുന്ന റോഡും തമ്മിലുള്ള ഗ്യാപ്പിനാണ് നമ്മളിവിടെ പി എന്ന് പറയുന്നത്. റോഡ് കണക്റ്റഡ് ടു ദി ലൈൻ. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്ന ഇതാണ് റോഡ് ഗ്യാപ്പ്. മേലത്തെ റോഡിനും താഴത്തെ ഇടയിൽ റോഡും തമ്മിലുള്ള ഗ്യാപ്പ്. ഓക്കെ, ഇത് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ട്രാൻസ്മിഷൻ ലൈൻ. രണ്ടാമത്തെ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഇത് 2 എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വയറാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളുടെ എപ്പോഴാണോ ആവശ്യത്തിൽ കൂടുതൽ വോൾട്ടേജസ് വരുന്നത്, അപ്പോൾ ഈ റോഡ് ഗ്യാപ്പിലൂടെ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടേക്ക് വരുന്നു. ഓവർ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഇതിൽ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പി എന്ന് പറയുന്നതിൻ്റെ ഒരു മെഷറുണ്ട്. എത്രയാണ് നമുക്കിവിടെ ഒരു മെഷർ വെക്കേണ്ടത്, എത്ര ഡിസ്റ്റൻസ് ആണ് ഈ പി എന്നുള്ള ഗ്യാപ്പ് വേണ്ടത് നമുക്കൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടൈപ്പ് ഓഫ് ഡൈവർ കൺസിസ്റ്റിംഗ് ഓഫ് 2 1 cm റോഡ് വിച്ച് ഈസ് ബെൻഡ് അറ്റ് എ റൈറ്റ് ആംഗിൾ നമ്മൾ മേലെ കണ്ടു. ഗ്യാപ്പ് ബിറ്റ്വീൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ അത് കണ്ടു. 1 ഇലക്ട്രോഡ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗ്യാപ്പ് ആൻഡ് ദ ഇൻസുലേറ്റർ ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് പി മസ്റ്റ് നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ഗ്യാപ്പ് ലെങ്ത്. ഓക്കെ, അതായത് ആ പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഒരു പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇവിടെ നോക്കാം. ഇൻസുലേറ്ററും റോഡും തമ്മിലുള്ളതാണല്ലോ ഈ ഡിസ്റ്റൻസ് പി എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ പി എന്ന് പറഞ്ഞ ലെങ്ത് എന്താവാൻ പാടില്ല, നോട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് 1/3 ഓഫ് ദി ഗ്യാപ്പ് ലെങ്ത്. അപ്പോൾ ഈ ഗ്യാപ്പ് ലെങ്ത്തിൻ്റെ 1/3 എന്നുള്ള ലെങ്ത്തിനേക്കാൾ ആര് കുറയാൻ പാടില്ല, ഈ ഒരു പി എന്നുള്ള ഡിസ്റ്റൻസ് കുറയാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല, ഡിവൈസുകൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നോട്ട് ലെസ് ദാൻ ഓഫ് 1/3 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് മേ നോട്ട് റീച്ച് ദ ഇൻസുലേറ്റർ ആൻഡ് ഡാമേജ് ഇറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പോൾ നടക്കുന്ന ലൈറ്റിനിങ് കാരണം കൊണ്ട് ലൈറ്റിംഗ് കാരണം കൊണ്ട് ഇവിടുത്തെ ഇൻസുലേറ്റർ എന്ത് ചെയ്യില്ല, ബ്രേക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ലൈറ്റിനിങ് അറസ്റ്ററാണ് അല്ലെങ്കിൽ സർജ് ഡയറക്ടറാണ് ഏതെന്ന് പറയുന്നത് റോഡ് ഗ്യാപ്പ് അറസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് 2 റോഡാണ്, റോഡ് 1ഉം റോഡ് 2ഉം. ഒന്ന് ലൈനിൽ കണക്ട് ചെയ്തു, ഒന്ന് എർത്തിലേക്ക് കണക്ട് ചെയ്തു. റോഡ് ഗ്യാപ്പ് ഉണ്ട്. റോഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, പീൻ്റെ 1/3 കുറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓവർ വോൾട്ടേജ് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് പോകും. പിന്നെ ഹോൺ ഗ്യാപ്പ്. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അപ്പാരസ് ടു ബി പ്രൊട്ടക്റ്റഡ്. ഇവിടെ ഒരു ചോക്ക് കോയിൽ ഒരു ഇൻഡക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു റെസിസ്റ്റർ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു ഹോൺ ഷേപ്പിൽ, ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ആ ഹോൺ ഷേപ്പിൽ നമ്മൾ ഒരെണ്ണം എനും ഒരെണ്ണം ബി ഉണ്ടാവും. ഈ നടുവിലുള്ള ഗ്യാപ്പാണ് നമുക്ക് ഒരു ലൈറ്റിംഗ് അറസ്റ്റായിട്ട് അല്ലെങ്കിൽ ആർക്കിന് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 റോഡ് ഉണ്ടാവും, എയും ബിയും. അതിൻ്റെ നടുവിൽ ഓരോ ടൈപ്പ് ഓഫ് ഗ്യാപ്പ് ലെങ്ത്തിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്ററിൻ്റെ ഉപയോഗം എന്താണ്, ഇൻഡക്ടറിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അപ്പോൾ ഇതിലാദ്യം one end of the horn is connected to a line to the resistance R and L, while other connector is effectively grounded. അത് നമ്മളിവിടെ കണ്ടു, എല്ലും ആറും വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. The resistance R helped in limiting the short circuit current to small value. Limiting the short circuit current to the small value. അപ്പോൾ R എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത്. പിന്നെ the choke coil is designed so that it offers small resistance at the normal power frequency but very high reactance in the transient frequency. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വെരി ലെസ് ആയിരിക്കും. പക്ഷേ ട്രാൻഷ്യൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 50 ഹെർട്സിലാണെങ്കിൽ ഇറ്റ് വിൽ ബി വർക്ക്സ് ആസ് നോർമൽ. അല്ല, ട്രാൻഷ്യൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ, ഫ്രീക്വൻസിയുടെ വാല്യൂ വളരെ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫർ മോർ റെസിസ്റ്റൻസ് വാല്യൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെ ട്രാൻഷ്യൻ്റ് ആയിട്ടുള്ള വോൾട്ടേജസ് ഒന്നും എന്ത് ചെയ്യില്ല, അപ്പാരറ്റസിലേക്ക് എൻ്റർ ചെയ്യാൻ വിടില്ല. അതാണ് ഇവിടുത്തെ ചോക്ക് കോയിൽ ചെയ്യുന്നത്. ഓക്കെ, ചോക്ക് കോയിൽ ചെയ്യുന്നത്. രണ്ടാമത്, the gap between the horn is adjusted that the normal supplies for not enough to cause any arc across the gap. അപ്പോൾ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പുകൾ കണ്ടല്ലോ, 1 2 3 എന്നുള്ള 3 ഗ്യാപ്പുകളാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ 3 ഗ്യാപ്പിൽ എന്ത് ചെയ്യും, നോർമൽ കണ്ടീഷനിൽ ആർക്ക് പ്രൊഡ്യൂസ് ഒന്നും ചെയ്യില്ല, ആർക്കുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഇറ്റ് വിൽ വർക്ക് ആസ് നോർമൽ. ഓക്കെ, വർക്ക് ആസ് നോർമലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നോർമൽ കണ്ടീഷനിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അതേ സമയത്ത് ആർക്കൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഓവർ വോൾട്ടേജ് നടക്കുന്ന സമയത്തോ ഒരു സ്പാർക്ക് ഓവർ വോൾട്ടേജ് നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് വിൽ ബി ഹീറ്റഡ്. അപ്പോൾ നടുവിലുള്ള ഈ 2
കണക്ടേഴ്സ് തമ്മിലുള്ള വാല്യൂസ് ഹീറ്റ് ആവുന്നു ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യൂസ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് 1 2 3 എന്നുള്ള 3 പൊസിഷനാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ 40 വോൾട്ട് ആണെങ്കിൽ ഗ്യാപ്പ് 1 തന്നെ ആർക്ക് ക്രിയേറ്റ് ചെയ്യും, അത് ഇവിടെ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവുകയും ചെയ്യും, അല്ലെങ്കിൽ ആർക്ക് ഓഫ് ആവും. അല്ലെങ്കിൽ വോൾട്ടേജ് കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ ഗ്യാപ്പ് 2 എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ചും കൂടി വിട്ട് കൂടുതലുള്ളതാണ്, അവിടെ ആർക്ക് ടേൺ ഓഫ് ആവുമായിരിക്കും. അല്ലെങ്കിൽ വോൾട്ടേജ് കുറച്ചും കൂടി കൂടുതൽ തേർഡ് പൊസിഷനിൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വോൾട്ടേജസ് നമുക്ക് വാല്യൂസ് ഓരോ ഫോണിൻ്റെ ഓരോ ഗ്യാപ്പിനനുസരിച്ച് അത് ആയിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഉള്ളത് മൾട്ടി ഗ്യാപ്പ് അറസ്റ്റാണ്. ഓക്കെ, മൾട്ടി ഗ്യാപ്പ് അറസ്റ്റ്. ഇപ്പോൾ മൾട്ടി ഗ്യാപ്പ് അറസ്റ്ററിൻ്റെ ഡയഗ്രാം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 33 kയുടെ HV ലൈൻ ഉണ്ട്. നമുക്കിവിടെ A എന്നൊരു പാർട്ട്, B എന്നൊന്ന്, C എന്നുള്ളതുണ്ട്. ഇവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ B and C. ബിയും സിയും തമ്മിൽ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. A എന്നുള്ള പാർട്ടിൽ ഒന്നും കണക്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് നടക്കുന്ന സമയത്തും നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസസ് എനി വാല്യൂ, ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ വർക്ക് ആസ് എ നോർമലായിട്ട് ലൈറ്റ്നിങ് അറസ്റ്റർ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അബ്നോർമൽ കണ്ടീഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു അബ്നോർമൽ കണ്ടീഷൻ ഓഫ് വോൾട്ടേജ് എയിൽ നിന്നും ബിയിലേക്ക് ആ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് ഷണ്ട് റെസിസ്റ്റൻസിലൂടെ വരുന്നു. ഷണ്ട് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ലോവസ്റ്റ് റെസിസ്റ്റൻസ് പാത്തിലൂടെ പോകുന്നു. ആ ലോവസ്റ്റ് റെസിസ്റ്റൻസ് പാത്തിലൂടെ വന്നതിന് ശേഷം ഈ സീരീസ് റെസിസ്റ്റൻസിലേക്ക് കയറിയിട്ട് എർത്ത് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വോൾട്ടേജസിന് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ വോൾട്ടേജസിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഈ ഒരു ഷണ്ടും സീരീസ് റെസിസ്റ്റൻസും ഉള്ള ഈ ഒരു കോമ്പിനേഷൻ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ്നിങ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വെൻ ദ സർജ് ഈസ് ഓവർ the arc B to C go out any power current follow the surges limited by the 2 resistance. ഓക്കെ, പിന്നെ വാല്യൂസ് കൂടുകയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ പറഞ്ഞ രണ്ട് കോമ്പിനേഷനുള്ള റെസിസ്റ്റൻസ് വാല്യൂ കാരണം കൊണ്ട് ആ വോൾട്ടേജ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്തതിന് ശേഷം അത് അർത്ഥാവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ എക്സ്പൾഷൻ ടൈപ്പ് ഓഫ് അറസ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പോഴേ കണ്ട പോലെ ഇവിടെ ഒരു കണ്ടക്ടറിൻ്റെ ഇവിടെ ഒരു റോഡുണ്ട്, ഇവിടെ താഴത്തേക്ക് ഒരു റോഡുണ്ട്. അതല്ലാതെ നമുക്ക് വരുന്നത് ഒരു ഫൈബർ ട്യൂബും ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഗ്യാപ്പും ഉണ്ട്. ആ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ എർത്ത് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, എക്സ്പെൻഷൻ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് അറസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇത് ജനറലി കൺസിസ്റ്റിംഗ് ഓഫ് റോഡ് എ ഡാഷ് നമ്മൾ അപ്പോഴേ കണ്ടു, സീരീസ് ഓഫ് ഗ്യാപ്പ്. പിന്നെ ഇൻ സീരീസ് വിത്ത് ദ സെക്കൻഡ് ഗ്യാപ്പ് എൻക്ലോസ് വിത്ത് ഫൈബർ ട്യൂബ്. ഓക്കെ, ഫൈബർ ട്യൂബിൻ്റെ ഈ ഒരു ഭാഗത്തിലേക്കാണ് ആര് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു റോഡ് ഗ്യാപ്പിൽ നിന്ന് കിട്ടുന്ന റോഡ് ഇങ്ങനെ വന്ന് ഈ ഒരു ഫൈബർ ട്യൂബിൻ്റെ അവിടേക്കാണ് അത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ദിസ് ടൈപ്പ് ഈസ് അറസ്റ്റർ ഈസ് ഓൾസോ കോൾഡ് എ പ്രൊട്ടക്റ്റഡ് ട്യൂബ് വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സിസ്റ്റം അപ് ടു 33 kV. 33 kV വരെ മാത്രമേ നമ്മൾ ഈ ഒരു സംഭവം ഉപയോഗിക്കുള്ളൂ. പിന്നെ ദ ഗ്യാപ്പ് ഇൻ ദ ഫൈബർ ട്യൂബ് ഈസ് ഫോംഡ് ബൈ 2 ഇലക്ട്രോഡ്സ്. അപ്പർ ഇലക്ട്രോഡ് ഈസ് പ്ലേസ്ഡ് റോഡ് ക്യാപ്പ്, ലോവർ ഇലക്ട്രോഡ് ടു ദി എർത്ത്. നമ്മൾ അപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ ഓൺ ദ ഒക്കറൻസ് ഓഫ് ഓവർ വോൾട്ടേജ് ഇൻ ദി ലൈൻ ദ സീരീസ് ഗ്യാപ്പ് എ ആൻഡ് സ്പാൻ ആൻഡ് ആർക്ക് ഈസ് ടക്ക് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ഇൻ ദ ട്യൂബ്. അപ്പോൾ ഇവിടെ ഓവർ വോൾട്ടേജ് നടക്കുന്ന സമയത്ത് ഈ സൈഡിൽ എന്ത് സംഭവിക്കുന്നു, ഇറ്റ് വിൽ ക്രിയേറ്റ് സം വോൾട്ടേജസ്. അപ്പോൾ ദ ഹീറ്റ് ഇൻ ദ ആർക്ക് വേപ്പറൈസ് some of the fiber in the fiber tube result in the production of neutral gas. അപ്പോൾ ഈ ഹീറ്റ് കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു, ആർക്ക് വേപ്പർ ആവുന്നു. സം ഓഫ് ദി ഫൈബർ ഇൻ ദി ട്യൂബ് വാൾസ് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രൽ ഗ്യാസ്. ഇൻ എക്സ്ട്രീംലി ഷോർട്ട് ടൈം ദ ഗ്യാസ് ബിൽഡ് അപ്പ് ഹൈ പ്രഷർ ആൻഡ് എക്സ്പെൽഡ് ത്രൂ ദി ലോവർ ഇലക്ട്രോഡ്സ് വിച്ച് ഈസ് ഹോളോ. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ന്യൂട്രൽ ഗ്യാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഗ്യാസ് ബിൽഡ് ഹൈ പ്രഷർ ആൻഡ് എക്സ്പെൽഡ് ത്രൂ ദി ലോവർ ഇലക്ട്രോഡ്സ് വിച്ച് ഈസ് ഹോളോ. ഇവിടെ ഒരു ലോവർ ഇലക്ട്രോഡ് അപ്പർ ഇലക്ട്രോഡും മേലെ ഈ ഫൈബർ ട്യൂബിൽ ഹീറ്റ് ആയതുകൊണ്ടുള്ള ന്യൂട്രൽ ഗ്യാസ് കാരണം കൊണ്ട് അവിടെയുള്ള ഹൈ പ്രഷർ കാരണം ആ ഹോളോ ഗ്യാപ്പിലേക്ക് വാല്യൂസ് വരുന്നു. ദി ഗ്യാസ് ലീവ് ദ ട്യൂബ് വയലൻ്റ്ലി. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഗ്യാസ് ഈ ഹോളോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് കൂടി വന്നിട്ട് ആ ഗ്യാസ് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു. ഇറ്റ് ക്യാരി അവേ ദി അയണൈസ്ഡ് എയർ അറൗണ്ട് ദി ആർക്ക്. അപ്പോൾ ആർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ അയണൈസ്ഡ് എന്തുണ്ടാവുന്നു, പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് കാരണം ഫൈബറിൽ എന്തുണ്ടായ
ഗ്യാസ്, ന്യൂട്രൽ ഗ്യാസ് അവിടെ ഉണ്ടായിരുന്ന അയണൈസ്ഡ് ഗ്യാസിനെയും കൂടെ കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുവന്നു. The deionized effect is generally so strong that arc goes out and current zero and it will be not re-established. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം ഇതെന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഗ്യാപ്പ് ഇലക്ട്രോഡ് പറഞ്ഞു ഇത് കണ്ടക്ടറിന് നടുവിലുള്ളതാണെന്ന് പറഞ്ഞു, എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈ വോൾട്ടേജസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആർക്ക് വോൾട്ടേജസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ആർക്ക് വോൾട്ടേജ് കാരണം കൊണ്ട് ഇവിടെ ഫൈബർ ട്യൂബിലുണ്ടാകുന്ന കുറച്ച് ഫൈബേഴ്സ് ബേൺ ആകുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ന്യൂട്രൽ ഗ്യാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ന്യൂട്രൽ ഗ്യാസ് ഹോളോ സ്പേസിലേക്ക് കടന്നു പോകുന്നു. ഹോളോ സ്പേസിലേക്ക് കടന്നു പോകും, നല്ല ഹൈ പ്രഷറിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ആർക്ക് കാരണം ക്രിയേറ്റ് ചെയ്ത അയോൺസിനെയും ചേർത്ത് ആര് കൊണ്ടുപോകുന്നു, ഈ ഫൈബറിൽ ക്രിയേറ്റ് ചെയ്ത ന്യൂട്രൽ ഗ്യാസ് ഹൈ പ്രഷറിൽ ഇറ്റ് വിൽ ബി എലിമിനേറ്റഡ്. ഓക്കെ, പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കാരണം ആവശ്യമായിട്ടുള്ള അയോൺസിനെയും പുറത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് വാൾവ് ടൈപ്പ് അറസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ഉള്ള ഒരു കറണ്ട് ടെർമിനൽ ഉണ്ട്, പോർസിലിംഗ് ഹൗസിംഗ് ഉണ്ട്, സ്പാർക്ക് ഗ്യാപ്പ് ഉണ്ട്, നോൺ ലീനിയർ റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോൺ ലീനിയർ റെസിസ്റ്റർ എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പെട്ടെന്ന് കുറയുകയാണ് നമ്മൾ നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് അസംബ്ലി ഉള്ളത്, ഒന്ന് സീരീസ് സ്പാർക്ക് ഗ്യാപ്പ്. അപ്പോൾ സീരീസ് സ്പാർക്ക് ഗ്യാപ്പ് ഓരോന്നായിട്ടും സീരീസ് ആയിട്ട് ഒന്നിന് ശേഷം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നോൺ ലീനിയർ റെസിസ്റ്റർ ഡിസ്ക് ഇൻ സീരീസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോൺ ലീനിയർ എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സ്പാർക്ക് ഗ്യാപ്പ്. ബോത്ത് ദി അസംബ്ലീസ് ആർ അക്കോമഡേറ്റഡ് വിത്ത് ടൈറ്റ് പോർസലിൻ കണ്ടക്ടർ. പോർസലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്, അതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാവും. ഇനി വോൾട്ടേജ് നടക്കുന്ന സമയത്ത് ദ ഗ്യാപ്പ് ടു ബ്രേക്ക് ഡൗൺ കോസിങ് ദ സർജ് കറന്റ് ടു ദി ഗ്രൗണ്ട് വൈ ടു ദി നോൺ ലീനിയർ. അപ്പോൾ ഓവർ വോൾട്ടേജ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗ്യാപ്പ് ബ്രേക്ക് ഡൗൺ ആവുന്നു, സർജ് കറന്റ് ഗ്രൗണ്ടിലേക്ക് വരുന്നു. ആര് വഴി, നോൺ ലീനിയർ റെസിസ്റ്റർ വഴി വരുന്നു. അപ്പോൾ ഈ നോൺ ലീനിയർ റെസിസ്റ്റർ പ്രോപ്പർട്ടി ഓഫർ ദ ഹൈ റെസിസ്റ്റൻസ് ടു ദി കറണ്ട് ഫ്ലോ വെൻ ദി നോർമൽ സിസ്റ്റം ഈസ് അപ്ലൈഡ്, ലോ റെസിസ്റ്റൻസ് വെൻ ഇറ്റ് യൂസ് ഹൈ സർജ് കറന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോൺ ലീനിയറിൻ്റെ കാര്യങ്ങൾ അതേപോലെ തന്നെ വോൾട്ടേജസ് കൂടുന്ന സമയത്ത് ഇറ്റ് വിൽ ഓഫർ ലോ റെസിസ്റ്റൻസ് വാല്യൂ. ഇത്രയും തന്നെയാണ് അതിലുള്ളത്. ഓക്കെ.